എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ തറവാടിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ നെൽപ്പാടമാണ്. കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഴക്കൃഷിയും നെൽകൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യാറ്. ഇടവേള കൃഷികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. ഇനി നമുക്ക് തറവാട്ടിലേക്ക് പോവാം. തറവാട്ടിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പ് കയറി പോകണം. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് തറവാട് മുറ്റത്തേക്കാണ്. ഈ തറവാടിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് തറവാട്, എൻ്റെ തറവാട്. തറവാടിനൊരു പേരുണ്ട്, മടത്തുവൽ തറവാട് എന്നാണ് ഈ തറവാടിൻ്റെ പേര്. ഇത് നല്ല പഴക്കമുണ്ട് ഈ തറവാടിന്. 1952 നിർമ്മിച്ചതാണ് ഈ തറവാട്. ഈ തറവാടിൻ്റെ ഓരോ കാഴ്ചകളിലേക്ക് പോവാം. അത് അടുക്കളയാണ്. ഇതൊരു റൂമാണ്. മൊത്തം 15 റൂമുണ്ട് ഈ തറവാട്ടിൽ മൊത്തം. ഇത് മൊത്തം പച്ച കട്ടയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓരോ റൂമാണ്. എല്ലാ റൂമിലും ആദ്യം ഓരോ കുടുംബങ്ങളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. മച്ചാണ്. ഇത് മൊത്തം പച്ച കട്ടയും കൊണ്ട് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഈ റൂമിലൊന്നും ആരും താമസിക്കാറില്ല. ഇപ്പോൾ ഇവിടെ ആകെ രണ്ടുപേര് മാത്രമേ താമസിക്കാറുള്ളൂ. ഇത് ബാക്ക് വശത്തെ പോകുന്നതിനുള്ള വഴിയാണ്. ഓരോ റൂമുകളാണ്. സൈഡിൽ കൂടെ 2 റൂം, 3 റൂം. ഇത് മൊത്തം 2 നിലയാണ് പണിതിട്ടുള്ളത്. ഇത് വലിയ സിറ്റ് ഔട്ടാണ്. ഇവിടെയാണ് എല്ലാവരും ഫുഡെല്ലാം കഴിക്കുന്നത്. കല്യാണം, പരിപാടികൾ എല്ലാത്തിനും ഇവിടെ നിന്നാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് മൊത്തം മരത്തിന് കൊണ്ടാണ് മൊത്തം പണിതിട്ടുള്ളത്. ഫ്രണ്ടിലൊരു തറയൊക്കെ ഉണ്ട്. നല്ല ആവശ്യത്തിനുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണ പരിപാടി കാര്യത്തിനൊക്കെ വരുമ്പോൾ മുറ്റം നല്ലോണം വേണം. ഇത് ഞങ്ങളുടെ പൂജാ റൂമാണ്. ആ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഈ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് ആ ഫോട്ടോയിൽ കാണുന്ന ആള്. കണ്ടില്ല, 1952 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. MK കേളു എന്നാണ് മൂപ്പരുടെ പേര്. ആ ഫോട്ടോയിൽ കണ്ട മൂപ്പരുടെ പേരാണത്. ഈ റൂമുകളൊന്നും അങ്ങനെ തുറക്കാറില്ല. ആവശ്യമുള്ള സമയത്ത് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, മച്ചാണ്. മൊത്തം മരത്തും കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റെപ്പ് മൊത്തം മരത്തും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലത്തെ സ്റ്റെപ്പാണിത്. നമുക്കിനി മുകളിലേക്ക് പോയിട്ട് കാഴ്ച കാണാം. മുകളത്തെ നില മൊത്തം കുറച്ച് ഇരുട്ട് മൂടിയ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് സിമെൻ്റ് ഒന്നും അല്ല, മണ്ണിട്ടിട്ട് ഇതാക്കിയതാണ്, കാവി ഇട്ടതാണ്.
മരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. മേലത്തെ നില എന്നുള്ള കാഴ്ചകളാണിത്. ഇതിൻ്റെ മുകളിലും ഒരു നിലയും കൂടി ഉണ്ട്. അത് മച്ച് പോലെയാണ്. നെല്ല് ഉണക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഒരു റൂം നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലാണ് പണ്ടുള്ളവരൊക്കെ താമസിച്ചിട്ടുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, മേലോട്ടേക്കുള്ള സ്റ്റെപ്പ് ഉണ്ട്. പഴയകാലത്തെ സ്റ്റെപ്പാണിത്. ഇതിൻ്റെ മേലെ കയറാൻ പറ്റില്ല. കണ്ടില്ലേ, മച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മരത്തും കൊണ്ടാണ് മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാം. അടുപ്പൊക്കെ പഴയതുപോലെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പുറത്തെ കാഴ്ചകളാണ് ഇത്. വീടിൻ്റെ ബാക്ക് വശമാണിത്. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഓരോ റൂമൊക്കെ ഉണ്ട്. അതൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്, തുറക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇറങ്ങിപ്പോകാനൊക്കെ കുറച്ച് റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. കണ്ടല്ലേ, നല്ല തടികൾ വെച്ചാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഈ ഫ്രണ്ട് വശത്ത് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നേരെ വയലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കല്ലാണ്. ഞങ്ങളെ ദൈവത്തിൻ്റെ തറയാണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ സ്റ്റെപ്പാണ്. അത് നേരെ വയലിലേക്കാണ് പോകുന്നത്. ഈ തറവാടിന് വേറൊരു പേരും കൂടി ഉണ്ട്. എടപ്പിടി തറവാട് എന്നാണ് ഈ തറവാടിൻ്റെ പേര്. അറിയപ്പെടുന്നത് മടത്തോയിൽ തറവാട് എന്നാണ്. ശരിക്കും പേര് എടപ്പിടി തറവാട് എന്നാണ്. പണ്ട് കാലത്ത് ഇതിലെ ഓലപ്പുരയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അടുപ്പ് കാണാം. അടുക്കള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇവിടെ നിന്നാണ് ഫുഡൊക്കെ ആദ്യം ഉണ്ടാക്കാറ്. എന്തെങ്കിലും കല്യാണ പരിപാടികൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ്. ഇവിടെ ആരും മിക്സി ഒന്നും ഉപയോഗിക്കാറില്ല. തറവാട്ടിൽ ഇപ്പോഴും കല്ലിൽ വെച്ച് അരിക്കാറാണ് പതിവ്. ഇതാണ് കിണർ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടത്തേക്കുള്ള കുടിവെള്ളമൊക്കെ എടുക്കുന്നത്. ഇനി അടുക്കള കാണാം. ഇതാണ്. ഇവിടെയും ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് നേരെ നെല്ല് ഉണക്കാനും കാര്യത്തിനൊക്കെയാണ്, മച്ചിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി. കണ്ടില്ലേ, ഫുള്ളും മരമാണ്. ഇവിടൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല പഴക്കമുണ്ട് തറവാടിന്. ഇവിടെ വലിയ ചെമ്പ് വെച്ച് ഭക്ഷണം വെക്കാൻ വേണ്ടി. കണ്ടില്ലേ, മൊത്തം
സിമെൻ്റ് ഒന്നും ഇട്ടിക്കില്ല, വെറും നിലമാണ്. ചാണകം കൊണ്ട് മെഴുകിയാണ് ഇതൊക്കെ നിലനിർത്തി പോകുന്നത്. ഇത് വരാന്തയാണ്. ഇത് നേരെ പുറത്ത് വീടിൻ്റെ പുറകെ വശമാണ് കാണിക്കാൻ പോകുന്നത്. ഇനി നേരെ വയലിലേക്കാണ്. ഇനി നേരെ വയലിലെ കാഴ്ചകൾ കാണാം. നേരെ തറവാട്ടിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എത്തുന്നത് വയലിലാണ്. ഇതാണ് വയലിലെ കാഴ്ചകൾ. ഇവിടെ ആദ്യം എല്ലാവർക്കും പോത്ത് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുറേ 10-20 പോത്തിനൊക്കെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആലയിലേക്കുള്ള വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ആദ്യത്തെ പഴയ ആലയാണ് കാണിക്കാൻ പോകുന്നത്. അതൊക്കെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം പോയി. ഇതാണ് ആല, പഴയ ആലയാണ്. 2 സൈഡും പോത്തിനെ കെട്ടാറാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. മൊത്തം പൊളിഞ്ഞു പോയി. ഇത് 1952 ഉണ്ടാക്കിയതാണ്. ഇനി അടുത്ത വിശേഷം